വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഗസയുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകൾ സാധാരണ നമ്മൾ എടുക്കാറില്ല. കാരണം ഗസ ഒരുപാട് ആൾക്കാരും എടുത്ത് അതിനകത്ത് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. ഇനി ഇസ്രായേൽ അതിനകത്ത് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. അതിനകത്ത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാം വിശദമായിട്ട് പറയും. അവസാനം ഈ ബെൻ ഗൂറിയോൻ കനാല്, സൂയിസ് കനാലിന് പകരമായി ബെൻ ഗൂറിയോൻ കനാല് ഗസ പിളർത്തി അമേരിക്ക പണിയാനുള്ള അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തി. മിക്കവാറും നമ്മൾ പറഞ്ഞ ആ കാര്യം നടക്കാൻ ഒരു 5 വർഷം കൂടെ കഴിയും. കാരണം ഈ ഗസ പിളർത്തുക എന്നുള്ളത് ഒരു പ്രദേശം മുഴുവൻ പിളർത്തിയാണല്ലോ ഒരു കനാൽ ഉണ്ടാക്കേണ്ടത്. ഇപ്പുറത്തെ സൂയിസ് കനാൽ, ആ സൂയിസ് കനാലിൽ ചൈനീസ് നിക്ഷേപം കൂടി വരുന്നു. ഇത് അമേരിക്കയ്ക്ക് പിടിക്കുന്നില്ല. പനാമ കനാലിലും ഉണ്ട് കേട്ടോ. ഇപ്പുറത്ത് സമാനമായിട്ടുള്ള ഈ സൂയിസ് കനാലിനെ തീർക്കാനായിട്ട് ഈ ബെൻ ഗൂറിയോൻ കനാല് ഈ ഇസ്രയേലും ഗസയും ഒക്കെ പിളർത്തി അമേരിക്ക കൊണ്ടുവരാനായിട്ട് പോകുന്നു. അപ്പോ ഇവിടെ 2 കപ്പലുകൾക്ക് ഒരുമിച്ച് പോകാം. സൂയിസ് കനാലിൽ അങ്ങനെയല്ല. സൂയിസ് കനാലിൽ ഒരു കപ്പൽ കയറി കഴിഞ്ഞാൽ അടുത്ത കപ്പലിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങളെ കൊണ്ട് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഗസ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഗസയിലേക്ക് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല എന്നറിയപ്പെടുന്ന ഒരു കപ്പൽ കൂട്ടം വന്നിട്ടുണ്ട്. ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല. നമുക്കറിയാം, ഈ പാരിസ്ഥിതിക പ്രവർത്തകർ, സാംസ്കാരിക നായകർ, ഇവർക്കൊക്കെ ഗസയുടെ കാര്യത്തിൽ വലിയ ഒരു ശുഷ്കാന്തിയാണ്. വേറെ ഒരു കാര്യത്തിൽ ഈ ശുഷ്കാന്തി ഞാൻ കാണുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു റിപ്പോർട്ട് കണ്ടത് മറ്റേ ബംഗ്ലാദേശിലെ ഈ ഷേഖ് ഹസീനയുടെ കീഴിലുണ്ടായിരുന്ന ഒരു മന്ത്രി മരിച്ചുപോയി. അയാൾ എങ്ങനെ മരിച്ചതെന്ന് നോക്കുമ്പോൾ കണ്ടല്ലോ, അയാളെ ചങ്ങലയിട്ട് അയാൾ ആശുപത്രിയിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തൊരു മനുഷ്യാവകാശ ലംഘനം എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇവിടെ പാക് അധീന കശ്മീരിൽ കഴിഞ്ഞ ദിവസം വന്ന വിഷ്വൽസ് ഒക്കെ ഞെട്ടിക്കുന്നതാണ്. അവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ ഓട്ടിച്ചിട്ടടിക്കുകയാണ് ഈ പാകിസ്ഥാൻ സൈന്യം. അപ്പൊ മാധ്യമ ഇൻഡെക്സിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ എവിടെ എന്നുള്ളൊരു ചോദ്യം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അതിന്റെ വിഷ്വൽസ് ഒക്കെ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ റിപ്പോർട്ട് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ക്യാമറ അടിച്ചു പൊട്ടിച്ച് ഇവരെ എന്താ പറയാ, ഇവരുടെ ഒരു കാലിങ്ങനെ തൂക്കിയെടുത്തോണ്ട് പോകില്ലേ പൂച്ചക്കുട്ടിയെ പോലെ, അതുപോലെ ഇവരെങ്ങനെ തൂക്കിയെടുത്തോണ്ട് പോവുകയാണ്. പാകിസ്ഥാനിലെ ഈ ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ ബോംബിംഗ് നടത്തി പാകിസ്ഥാൻ. അവിടെയും മരിച്ചു സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ കിടക്കുന്നു സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും. ഇവരെ ഒന്നും ആർക്കും വേണ്ട. സിറിയയിലെ വേണ്ട, യമനിലെ വേണ്ട, ആർക്കും വേണ്ട. എല്ലാവർക്കും ഗസ മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു DYFI. അത് ഫലസ്തീന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമായിരുന്നു. അതേസമയം പാക് അധീന കശ്മീരിന് വേണ്ടി, അവിടെ മരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇവർക്കൊന്നും യാതൊരുവിധ കൺസേണും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ സുമുദ് ഫ്ലോട്ടിൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇസ്രായേൽ പറഞ്ഞു വരരുത്, ഇവര് പറഞ്ഞു വരും. അപ്പോ സ്പെയിനും ഇറ്റലിയും ഇവർക്ക് അകമ്പടി സേവിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ സ്പെയിനും ഇറ്റലിയും പറഞ്ഞത് ഈ ഗസയുടെ അതിർത്തി എത്തുമ്പോ ഉണ്ടല്ലോ ഞങ്ങള് പോകും കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് അടികൊള്ളാൻ വയ്യ, അതുകൊണ്ടാണ് ഞങ്ങൾ പോകും, അതുകൊണ്ട് നിങ്ങൾ തന്നെ അകത്തേക്ക് കയറിപ്പോക്കോ കപ്പൽ കൂട്ടം, എങ്കിൽ ഞങ്ങൾ പോകും എന്ന് പറഞ്ഞു. അതിനു മുമ്പേ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തു വരരുത്, വന്നാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവുന്നത്. അപ്പൊ ഇവരകത്തേക്ക് കയറിയ ഉടനെ സ്പെയിനിന്റെയും ഇറ്റലിയുടെയും പടക്കപ്പലുകൾ പിൻവാങ്ങി ഇവരെ വന്ന് ഇസ്രായേൽ അതിഭയാനകമായിട്ട് വളഞ്ഞിട്ട് ഈ കപ്പൽ പരിശോധിച്ചപ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. പാകിസ്ഥാനും ഇതിനകത്ത് വലിയൊരു കൈയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ കർഷക സമരത്തിന് ടൂൾ കിറ്റുമായിട്ട് വന്ന ഗ്രേറ്റ തുൻബെർഗ് ഉണ്ടല്ലോ, ആ പുള്ളിക്കാരി ഇവിടെ അവതരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ജനാധിപത്യപരമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന രാജ്യമാണ്. പക്ഷെ ഇസ്രായേലിന് ആ ജനാധിപത്യ ബോധം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഉണ്ട കയറിയാൽ തീരാന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഗ്രേറ്റയ്ക്ക് എന്നാണ് പല ഇസ്രായേൽ മാധ്യമങ്ങളും പറയുന്നത്. കാരണം ആ പണിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുന്നു. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ഈ ഫ്ലോട്ടിലേക്കകത്ത് കണ്ടത്? ഈ ചാരിറ്റി എന്ന് പറഞ്ഞ് വന്നിട്ട് ഇവർ മറ്റെന്തോ ഗൂഢലക്ഷ്യത്തിനാണ് അതിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ആ കപ്പൽ ചെക്ക് ചെയ്ത് ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവരെ ഇനി എന്ത് ചെയ്യാനാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ തീരുമാനം? നമ്മുടെ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് 3 മലയാളികളെ അസാം പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മലയാളികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലുള്ള 3 സോളിഡാരിറ്റിയുടെ 3 പ്രവർത്തകർ. എന്തായിരുന്നു വിഷയമെന്ന് ചോദിച്ചാൽ, അസാമില് അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെ റോഹിംഗ്യകളെയും പുറത്താക്കുന്നു. അത് അസം സർക്കാർ തീരുമാനത്തിൽ ഏകദേശം പുറത്താക്കിയവരെ ഇനി പുറത്തോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് അവര്. അപ്പൊ അവരെ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പറ്റുന്നെങ്കിൽ അവിടെ ഒരു സമരം സംഘടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഈ ടീമുകൾ അസാമിൽ ചെന്ന് ഇറങ്ങിയത്. എടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ഇതുവരെ ജാമ്യം കിട്ടിയതായിട്ട് വിവരമില്ല. പണ്ട് ഹത്രാസിൽ ഇത് കണക്ക് ഒരു കാപ്പൻ പോയത് ഓർമ്മയുണ്ടല്ലോ, ഹത്രാസ് കത്തിക്കാനായിട്ട്. അതേപോലെ അപ്പൊ എവിടെ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ പോയി ഇതിനെ എങ്ങനെ ഒന്നുകിൽ ഇത് പോകുന്നത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ട് പോവുകയും
അവിടെ ചെന്ന് ഇത് കുത്തിക്കലക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു രീതി, എല്ലായിടത്തും ഉള്ളതാണത്. ഇതേപോലെ തന്നെ ഗസയില് ലോകത്തെമ്പാടും മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും അങ്ങോട്ട് പോകാൻ തയ്യാറല്ല. അവിടെ ഇവിടെ നിന്ന് പ്രസ്താവന ഇറക്കും, ഗസയിൽ സമാധാനം വേണം, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഒരാളും അങ്ങോട്ട് പോയില്ല. കാരണം അവർക്ക് ഇസ്രയേലിനെ നന്നായി അറിയാം. ആ 7 അയലത്തെങ്ങാനും വന്നത് അവരുടെ വെടിയുണ്ട് പോയി കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ നിൽക്കുകയോ ഇല്ലെങ്കിൽ മാപ്പ് പറയാൻ നിൽക്കുകയോ ഒന്നുമില്ല. പോയി കഴിഞ്ഞാൽ പോയി, അത്രേ ഉള്ളൂ. അത് ഭീകരവാദികളുടെ കൂടെ നിന്നപ്പോൾ കിട്ടി, അവനും കിട്ടിയപ്പോൾ ഇവനും കിട്ടി, അത്രേ ഉള്ളൂ. കാരണം എത്രയോ മാധ്യമപ്രവർത്തകരോടെ കൊല്ലപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇസ്രായേൽ പറയാറുണ്ടോ? ഇസ്രായേൽ പറയുന്നത് ഞങ്ങളവിടെ ബോംബിംഗ് നടത്തിയത് ഈ ഹമാസിനെതിരെയാണ്. ആ കൂട്ടത്തിൽ ഇവന്മാരുണ്ടെങ്കിൽ ഇവന്മാരും ചിലപ്പോൾ കൊല്ലപ്പെട്ടാണ്, സ്വാഭാവികം എന്ന് മാത്രം പറയുന്ന ഒരു രാജ്യമാണത്. അപ്പൊ അത് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഈ ടീമുകളൊന്നും അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ ഈ അടുത്ത് ശ്രീ മുനീർ, നമ്മുടെ പാകിസ്ഥാന്റെ കരസേനാ മേധാവി മുനീറും ഷഹബാസ് ഷെരീഫും ഒക്കെ ഇപ്പം ട്രംപുമായിട്ട് വലിയ ടേംസ് ആണ്. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ടും ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ട് വലിയൊരു ബന്ധത്തിലാണ് പാകിസ്ഥാൻ. അതും മുതലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാന്റെയും മറ്റു ചില രാജ്യങ്ങളിലെയും ഒക്കെ ഈ മനുഷ്യാവകാശ സംഘടനകൾ, മുഷ്താഫ് അഹമ്മദ് ഖാൻ പാകിസ്ഥാനിയാണ്. ഈ മുഷ്താഫ് അഹമ്മദ് ഖാൻ ഒരു സെനറ്ററാണ്. പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഒരു വക്താവാണ്, ഒഫീഷ്യൽ വക്താവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, ഒരു നാക്ക് വളച്ചാൽ വിഷം തുപ്പുന്ന ഒരു വക്താവ്. ആ ഒരു മത തീവ്രവാദിയാണ്, ഭീകരവാദി, ഇതിന് നേതൃത്വം നൽകിയത്. ഈ ടീമിന്റെ നേതൃത്വത്തിലാണ് പോയത്. ഇവിടെ നിന്ന് മറ്റൊരു രസകരമായ ഒരു കഥയും വരുന്നുണ്ട്. ഇവരുടെ കൂടെ അനവധി ചെറു ബോട്ടുകളുണ്ട്. ഒരു കപ്പൽ ശൃംഖലയാണ് ഈ പോകുന്നത്, ഒരു കപ്പലായിട്ടല്ല, ചെറു പായ് വഞ്ചികളും ഒക്കെ അതിനകത്തുണ്ടാകുന്ന മറ്റൊരു മഹാനാണ് സിയാദ് ഉസൈർ നിസ. അത് 2 വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹം മുങ്ങിയെന്നും പറയുന്നു, ഇദ്ദേഹത്തെ പൊക്കിയെന്നും പറയുന്നു. ഏതാണ് വിവരം എന്നറിയില്ല. ഇപ്പൊ സ്പെയിന്റെ കപ്പൽ പിൻവലിഞ്ഞു എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ആ കപ്പലിനെ കയറി ഇദ്ദേഹം വലിഞ്ഞോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല ഇപ്പം. പക്ഷെ ചില മാധ്യമങ്ങൾ പറയുന്നത് ചെറു ബോട്ടിൽ കയറി ഇദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പുറത്തെ ഈ ഇസ്രായേലിന്റെ അങ്ങോട്ടേക്ക് എത്തിയില്ല. ഇവരെ ഇപ്പം ഇസ്രായേൽ പോർട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ മുഷ്താഖ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ്. പക്ഷെ ക്രിമിനൽ എന്നുള്ള രീതിയിലല്ല, ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള കുഴലൂത്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതായത് പാകിസ്ഥാന്റെ ഏതാണ്ട് 9ഓളം പേര് ഈ ഷിപ്പിലുണ്ട്. അതിൽ ഡോക്ടർമാർ അടക്കം ഉള്ളവരുണ്ട്. അപ്പം ഇവര് മറ്റു ചില രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യമാണ് എന്ന് വ്യക്തമായിട്ടില്ല, ഇവരെല്ലാവരും പിടിച്ചുകൊണ്ട് ഇസ്രായേൽ പോയിരിക്കും. ഇസ്രായേൽ പറയുന്നത് തങ്ങൾ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയെ ഞങ്ങൾ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്, അവരുടെ പ്രവർത്തകരെ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പറയുന്ന സമയത്ത് അവര് ട്രക്കുകളിലും മറ്റും വന്ന് വെള്ളം കൊടുക്കുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ ആരും ഇതിൻ്റെ ഇടയ്ക്ക് കയറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യാവകാശ പ്രവർത്തകരെന്നുള്ള വേഷം കെട്ടിക്കൊണ്ട് കടന്നു വരുന്നവര് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് വരുന്നത്. അതായത് ഈ ഭീകരവാദികളെ സഹായം നൽകാൻ. അപ്പോൾ ഇസ്രായേലി ഷിപ്പുകൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് വെപ്പൺസ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ വെപ്പൺസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുവകകൾ ഈ കപ്പലിൽ നിന്ന് കണ്ടെത്തി എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇനി അതില്ല എങ്കിലും ഇസ്രായേൽ അങ്ങനെ പറയൂ. കാരണം അവരെ സംബന്ധിച്ച് ഇവരെ പിടികൂടുക എന്നുള്ളതാണ്. കാരണം അവര് ഇതിപ്പോ പെട്ടെന്ന് അപ്രതീക്ഷിത അതിനകത്ത് പിടികൂടിയ ആൾക്കാരിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ചേട്ടാ, ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരെ പിടികൂടിയപ്പോൾ അതിനകത്ത് കണ്ടത് ഭീകരവാദികൾ, ഒന്ന് ബിജേട്ടൻ പറഞ്ഞ യവന്മാര്, പിന്നെ അഭിഭാഷകരുണ്ടായിരുന്നു, ലോയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ നിയമനിർമ്മാണം നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളിത് ഇന്ന എയർപോർട്ടിൽ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യൂ. ഡംപ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് കൃത്യമായിട്ടെടുത്ത് ഗസയിലുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പറയുന്നത് ഇല്ല, ഞങ്ങൾ അങ്ങനെ ഡംപ് ചെയ്യില്ല, ഞങ്ങൾക്ക് പോയി ഞങ്ങൾക്ക് അവരെ കാണണം, ഞങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾ തിരിച്ചു വരൂ എന്ന് പറയാം. അതെന്തിനാണ് അങ്ങനെ ഒരു വാശി എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ചോദ്യം. എന്നിട്ടാണ് ഇസ്രായേൽ വന്ന് ഇവരെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഈ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ചെറിയ സംഭവമല്ല, നല്ല പൈസ കിട്ടുന്ന ഒരു ഏർപ്പാടാണ് ഈ ചാരിറ്റി. അതായത് ഈ ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന സംഘടനകൾക്ക് പലരും ലോകത്തെ തന്നെ വലിയ NGO-കളാണ്. ഈ സംഘടനകൾ ഇതിനു വേണ്ടി പോകുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തും, സഹായം ചെയ്യാം. ഗസയിലെ കുട്ടികൾക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ കോടികൾ സമ്പാദിക്കാൻ പറ്റും. നമുക്കറിയാം, മുമ്പ് ഈ സേവ് ഗസ എന്ന് പറഞ്ഞ് പിരിവ് നടത്തി ഒരുപാട് സമ്പന്നന്മാരായ സംഘടനകളുണ്ട് ഈ രാജ്യത്ത്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ സംഘടനകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷം പലരും മാളത്തിലേക്ക് വലിഞ്ഞു. കാരണം ഈ ഇവന്മാരെല്ലാം ഫ്രോഡുകളാണ് എന്നും ഇവന്മാർക്ക് എവിടുന്നൊക്കെയാണ് പണം വരുന്നതിന്റെ സോഴ്സുകൾ കണ്ടെത്തുകയും സോഴ്സുകളുടെ ആ ഒരു വഴികൾ അടക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഇന്ത്യയിൽ ഈ മനുഷ്യാവകാശ സംഘടന പ്രവർത്തകർ എന്ന് പറയുന്ന ഈ എന്താ പറയുന്നത് ഒരു വലിയ ശൃംഖല തന്നെ തകർക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. നമുക്കറിയാം, ഇവിടെ നമ്മുടെ രാജ്യത്താണെങ്കിൽ പോലും
ഇവിടെ ഒരു വികസനം നടത്താൻ സമ്മതിക്കില്ല. കൂടംകുളത്ത് ആണവ നിലയം വന്നപ്പോൾ അതിനെതിരെ വലിയ സമരമായിരുന്നു. പിന്നെ ഏത് ഇങ്ങനെയുള്ള സമരം വന്നാൽ അതിന്റെ ഫ്രണ്ടിൽ ചെങ്കുടിയും പിടിച്ച് നമ്മുടെ സഖാക്കൾ കാണും. കാരണം അവർക്ക് ഏതാണ് ചുക്ക് ഏതാ ചുണ്ണമ്പ് ഏതാണെന്ന് അറിയില്ല, അത് എന്തിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് കേരളത്തിൽ ആണവ നിലയം വേണമെന്ന്. അന്നത് വേണ്ടാന്ന് പറഞ്ഞ് സമരം ചെയ്ത ഈ അർബൻ നക്സലുകളുടെ ഒപ്പം നിന്ന് സമരം ചെയ്തതാണ്. അപ്പം എന്ത് വന്നാലും, എന്ത് പ്രൊജക്ട് വന്നാലും ഈ പരിസ്ഥിതി സംഘടനകൾ എത്തും. ഈ പരിസ്ഥിതി സംഘടനകൾ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ വേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്റർനാഷണൽ കാർബൺ ഫണ്ട് മേടിക്കുന്നവരുണ്ട്. അതായത് ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള പല പേരിലുള്ള NGO സംഘടനകളുണ്ട്. ഇവർക്ക് വിദേശത്തു നിന്ന് വലിയ രീതിയിൽ ഫണ്ട് എത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വികസനം നടക്കരുത്, തടയണം. വിഴിഞ്ഞത്തും അത്തരത്തിൽ അവർ മുൻകാലങ്ങളിൽ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് എന്ത് വന്നാലും ഇതുപോലെ പരിസ്ഥിതി പ്രവർത്തകർ, ജീവകാരുണ്യ പ്രവർത്തകർ, ഈ ജീവകാരുണ്യ പ്രവർത്തകർ മതത്തിന്റെ കൂടെ കുപ്പായം ഇടും. മതത്തിന്റെ കുപ്പായം ഇട്ടിട്ട് പാൽപ്പൊടിയും കഞ്ഞിപ്പൊടിയും ഒക്കെ ആയിട്ട് അവിടെ ചെല്ലും. ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകരാണ്. ഇത്തരക്കാരാണ് ഈ എന്തുകൊണ്ടാണ് നക്സൽ മേഖലകൾ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ മതപരിവർത്തന ലോബി ഡൗൺ ആയത് എന്തുകൊണ്ടാ? ഇന്ത്യയില് ഈ സർക്കാർ, മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇന്ത്യയിലെ 176 ജില്ലകളില് നക്സൽ ബാധിത മേഖലകളിലായിരുന്നു. അതിൽ 36 ജില്ലകളില് നക്സലുകളെ പൂർണ്ണമായി പിടിയിലായിരുന്നു. അതായത് അവരാണ് നിശ്ചയിക്കുന്നത് ആരാ സ്ഥലത്ത് വരണം. അവിടുത്തെ കരം പോലും പിരിക്കാൻ സർക്കാരിന് അനുമതി ഉണ്ടായിരുന്നില്ല. റോഡ് വെട്ടാൻ അനുമതി ഉണ്ടായിരുന്നു. ഇതിലൊക്കെ നക്സൽ ഇതായിരുന്നു. ഇന്നത് 6 ജില്ലകളായി കുറഞ്ഞു കഴിഞ്ഞപ്പോ മതപരിവർത്തന ലോബി ഇല്ലല്ലോ ഇപ്പം. എവിടെ? കാരണം ഈ നമുക്കറിയാം സ്റ്റെയിൻ സ്വാമിയൊക്കെ എങ്ങനെ അകത്ത് പോകുന്നത്, ഈ പർലിയയില് എങ്ങനെയാണ് ആയുധം എത്തുന്നത്. അതായത് ഈ മതത്തിന്റെ പേരുള്ള NGO സംഘടനകൾ ജീവകാരുണ്യം എന്ന് പറഞ്ഞ് അവിടെ എത്തുന്നു. ഈ നക്സലുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു. ഈ നക്സലുകൾ ഇവരെ അകത്തേക്ക് വിടുന്നു. ഇവര് അവിടെ ഉള്ള എട്ടും പൊട്ടും തിരിയാത്തവരെ മതം മാറ്റുന്നു എന്ന് പറയുന്നു. ഇതിന്റെ പേരിൽ ഒരു ഫണ്ട് വേറെ വരുന്നു ഇവർക്ക്. അതായത് 2 കച്ചവടമാണ് ഇതിനകത്ത് നടന്നു പോകുന്നത്. ഇപ്പോഴെന്തേ അങ്ങോട്ടൊന്നും പോകണ്ടേ ആർക്കും? ഛത്തീസ്ഗഡിൽ പോയി മാറ്റണ്ടേ? ഇപ്പൊ എന്ത് പോകുന്നില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന മറ്റിടങ്ങളിലേക്ക് പോകുന്നില്ലല്ലോ, എങ്ങും പോകണ്ട. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നക്സലുകൾ ഒതുങ്ങി തുടങ്ങി. ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്ത ഏതാണ്ട് 1000-ഓളം നക്സലുകൾ ഇന്ന് കീഴടങ്ങിയിട്ടുണ്ട്. അമിത്ഷാ പറഞ്ഞിരിക്കുന്ന കാര്യം വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു സാധനം വേണ്ട. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ വെടിയുണ്ട് വെക്കാൻ തയ്യാറായിരിക്കും. 2-ൽ-1. അതായത് 2026 മാർച്ച് 31-നകം തീർത്തിരിക്കും, ഫിനിഷ് ചെയ്യും. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ലോകത്തെല്ലായിടത്തും ഈ ടീമുകൾ ചെയ്യുന്ന, അല്ലാതെ ഇവർ മനുഷ്യാവകാശ സംഘടനകളല്ല. ഇവർ ശരിക്കും ഫണ്ട് അടിക്കാനായിട്ട് ഇവരെ വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന സംഘടനകളാണ്, വിധ്വംസക പ്രവർത്തകർ തന്നെയാണ്. മറ്റൊരു മനുഷ്യാവകാശ സംഘടനയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യ ലഡാക്കിൽ നിന്നൊക്കെ അകത്തുകൊണ്ടിട്ടിരിക്കുന്നത്. ഇന്നയുടെ ഭാര്യക്കെതിരെയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് HIM അല്ല, അദ്ദേഹത്തിന്റെ പേര് സോനം വാങ്ചുക്ക്. ഇവിടെ രാജസ്ഥാനിലെ ജയിലിലാണ് കിടക്കുന്നത്. ഇന്ന് നാളെ വൈഫിനെ പൊക്കും. ഇതാണ് അവസ്ഥ. ഇവരൊക്കെയാണ് മനുഷ്യാവകാശ സംഘടനകൾ. പിന്നെ മറ്റേത് അപ്പം ഇത്തരത്തിൽ ഇസ്രായേലിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഈ ലോകത്തെ എണ്ണം പറഞ്ഞ പേരുകെട്ട മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരൊന്നും ഇസ്രായേലിലേക്ക് പോകാത്തത്? പോകില്ല. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അമേരിക്ക ഇടപെടും എന്ന് തോന്നുന്നില്ല. ഇടപെട്ടാലും ഇസ്രായേൽ കേൾക്കാനും പോകുന്നില്ല. അത് അമേരിക്ക ഇടപെട്ടില്ല. കാരണം ട്രംപിന് ഇപ്പോൾ തന്നെ അനവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഒരു ചെറിയ ചേനക്കാര്യം കൊണ്ട് ചെല്ലുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഇസ്രായേല് വളരെ നേരത്തെ തന്നെ നോട്ടമിട്ടിട്ടുള്ള ഒരു രാജ്യമാണ്. അതിന് അവരുടെ പക്കൽ അനവധി തെളിവുകളുണ്ട്. ഹമാസിനെ സഹായിക്കുന്ന ഇറാനും തുർക്കിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹമാസിന്റെ ആളുകളെ സഹായിക്കുന്നത് പാകിസ്ഥാനാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇനി പാകിസ്ഥാനാണ്. കാരണം അവിടെയാണ് ഈ ഇങ്ങനെയുള്ളവർക്ക് റിക്രൂട്ട് ചെയ്യുന്നതും ആയുധങ്ങളും എത്തിക്കുന്നതും. അപ്പൊ അവിടെ നിന്നുള്ള ഈ തീവ്രവാദികൾ ഇവർക്ക് ആയുധങ്ങൾ എത്തിക്കാനും ഈ വലിയ ബോംബുകളും മറ്റുമൊക്കെ നിർമ്മിക്കാനുള്ള ആവശ്യമായ വസ്തുവകൾ, ഈ ടെക്നിക്കൽ വസ്തുക്കളുണ്ട്, ഇതിന്റെ വയറും ബാറ്ററിയും അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ എത്തിക്കാനുമുള്ള ശ്രമമായിരുന്നു ഇവിടെ പിടിക്കപ്പെട്ടത്. ഏതായാലും പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞുമല്ല, നേരിട്ട് കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് പാക് സൈന്യം വരുമോ എന്നൊരു വലിയ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ട് ചില വാർത്ത സത്യമാണ്. വാർത്ത സത്യമാകുന്നത് എപ്പോഴാ എന്ന് ചോദിച്ചാൽ ഈ സമാധാന കരാർ വരികയും വരുമ്പോൾ അവിടെ ഒരു സംയുക്ത സേന ഗസയിൽ ഉണ്ടാകും എന്ന് ആണ് ട്രംപ് പറയുന്നത്. പക്ഷെ ട്രംപ് പാകിസ്ഥാന്റെ പേര് പറയുന്നില്ല. ട്രംപ് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഈജിപ്തിനെയൊക്കെ കൂട്ടിക്കലർത്തിയാ പറയുന്നത്. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാനും ഇന്തോനേഷ്യയും ആ സൈന്യത്തിൽ ഉണ്ടാകും, ഇസ്രായേലിന്റെ അതിർത്തിയിൽ ഉണ്ടാകും. ഈ ജന്മത്ത് നടക്കാത്ത ഒരു കാര്യമാണത്. ഒരിക്കലും ഒരു നടക്കാവുന്ന കാര്യമല്ല. പക്ഷെ ലോകത്തെമ്പാടും നമ്മുടെ ഈ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളെ നൽകുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. എല്ലാ സമാധാന സേനാംഗങ്ങളിലും ഏറ്റവും ടോട്ടൽ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ കൂടുതൽ ഇന്ത്യയുടെ സൈനികർ തന്നെയാണ് അതിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരത്തേക്കാണ് ഇസ്രായേലിലേക്ക് ഈ പാകിസ്ഥാൻ ഇതേപോലെ തന്നെ ആയുധങ്ങൾ കടത്തുന്ന, ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും ഇത് ഒരിക്കൽ കൂടി പാകിസ്ഥാന്റെ തെളിവ് പുറം ലോകത്തിനെത്താൻ
കാരണമായി. അത് മാത്രവുമല്ല, ഈ വ്യക്തിയെ പൂട്ടിയത് നന്നായി. ഇല്ല എങ്കിൽ ഇത് വലിയ രീതിയിലുള്ള അപകടം വരുത്തി വെക്കുന്ന മനുഷ്യനാണ് ഈ മുഷ്താഖ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഈ വ്യക്തി. എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ മൂടിവെച്ചൊരു വാർത്തയാണെന്ന് തോന്നുന്നു. ഈ പാകിസ്ഥാനികളടക്കം ഇസ്രയേല് പിടിച്ച് അകത്തിട്ട വിവരം, അവരെന്തിനായിരുന്നു അവിടെ പോയത് എന്നുള്ളതാണ്. ഈ സാധാരണഗതി മനുഷ്യാവകാശ പ്രവർത്തകരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വിലപിക്കുന്നതാണ്. പക്ഷെ ഇതിന് വിലപിച്ച് കണ്ടില്ല. വിലപിക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മുഷ്താഖ് അഹമ്മദ് ഖാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഇദ്ദേഹം ആരാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പൊ നമ്മുടെ എന്താണ് പറയുന്നത്, ഒരു കാട്ടുകള്ളം വീരപ്പൻ മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? അതേപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇതും.